റെക്കോർഡാണോ? നമ്പർ കാണിക്കണ്ടോ? ഓക്കെ ഫ്രണ്ട്സ്, ഇത് കേട്ടോ കേട്ടെ. അത് എഡിറ്റ് ചെയ്യണത് ഒന്നും എഡിറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിവിടെ ചെയ്തിരിക്കുന്നതേ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നമ്മളെ വേങ്ങര ഊരകം ഭാഗത്ത് അല്ലേ. അത് നമ്മളെ സുലൈമാൻ കാക്കൂൻ്റെ വീട്ടിലാട്ടോ. മൂപ്പര് അങ്ങ് ദുബായിലാണ്. മൂപ്പര് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നമ്മളെ മുത്തുട്ടോ പെങ്ങളൂട്ടി അല്ലേ, പെങ്ങളൂട്ടി. ഓക്കെ, ഏതായാലും ഇത് ഞങ്ങൾ കുറച്ച് മുമ്പേ നമ്മൾ ചെയ്തതാണ്. കുറച്ച് മുമ്പ് നമ്മളൊരു 500 വാട്ടിന് 4 പാനൽ വെച്ചിട്ട് ഒരു 3 KVA സിസ്റ്റം ചെയ്തതാണ്. പക്ഷേ ഇവിടെ ഇവർക്കത് പോരാ. ഞങ്ങൾ അന്നോ ഞങ്ങളോട് കുറച്ച് കൂടുതൽ ചെയ്യാൻ പറഞ്ഞിരുന്നു. പക്ഷെ അവർക്ക് കുറച്ചുകൂടി കൂടുതൽ വേണമെന്ന് പറഞ്ഞിട്ട് 6 KVA സിസ്റ്റം, 6 ബാറ്ററി സിസ്റ്റം, 72 വോൾട്ട് സിസ്റ്റം നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, പ്രത്യേകിച്ച് പറയണേ ഇവർക്ക് AC കറണ്ട് പോകുമ്പോൾ AC കാര്യങ്ങളൊന്നും കട്ടാവരുത്. നമുക്ക് ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ കറണ്ട് പോകുമ്പോൾ നമുക്ക് ഇൻവെർട്ടർ സിസ്റ്റത്തിൽ AC ഒക്കെ വർക്ക് ചെയ്യണമെന്നില്ല, കുറച്ച് കൂടുതൽ വേണമല്ലോ. അപ്പോൾ ഈ ഒരു സിസ്റ്റം ചെയ്യാനുള്ള പ്രത്യേകിച്ചുള്ള കാരണം തന്നെയാണ്. പിന്നെ പൂർണ്ണമായിട്ട് വോൾട്ടേജ് വേരിയേഷൻ്റെ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. കൂടുതലായിട്ട് വോൾട്ട് ഡൗണിൻ്റെ പ്രോബ്ലങ്ങളൊക്കെ ഈ ഏരിയയിലൊന്നും കൂടുതലായിട്ട് ഞാൻ ഓൺ ഗ്രിഡും കണ്ടില്ല കേട്ടോ. 190 വോൾട്ടിൻ്റെ താഴെ പ്രത്യേകിച്ച് ആൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മളൊരു ഓൺ ഗ്രിഡ് സിസ്റ്റം ചെയ്യുകയാണെങ്കിൽ 190 വോൾട്ട് താഴെ ഡൗൺ വരികയാണെങ്കിൽ പിന്നെ അവിടെ ഓൺ ഗ്രിഡ് സിസ്റ്റം ചെയ്തിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. ഇത് നമുക്ക് നല്ല രീതിയിൽ പ്രൊഡക്ഷൻ കിട്ടും. തൊട്ട് അവരെ ജ്യേഷ്ഠൻ്റെ അവിടേക്ക് നോക്കി നോക്കൂ, അത് 10 KVA സിസ്റ്റമാണ് കേട്ടോ. ഓഫ് ഗ്രിഡാണ്, ഓൺ ഗ്രിഡ് അല്ല. 10 ബാറ്ററി വെച്ചിട്ടുള്ള സിസ്റ്റം, മുഴുവനായിട്ടും സോളാർ സിസ്റ്റത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഏതായാലും കൂടെ നോക്കി നോക്കൂ, 2 സ്ട്രിങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ഞങ്ങൾ ഒന്നും കൂടി പ്ലാൻ ചെയ്ത് ക്ലിയർ ആക്കിയതാണ്. 2 ഭാഗം നമുക്ക് കയറി നടന്ന് ക്ലീൻ ചെയ്യാനും ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ 2 ഇവിടെ 2 പാനൽ 2 പാനൽ 4 പാനൽ ഞങ്ങൾ ഈ സൈഡിലാണ് വെച്ചിരിക്കുന്നത്. ഒന്നിങ്ങോട്ട് ഒന്ന് കാണിച്ചു കൊടുക്കും. ഇതേ പ്രത്യേകിച്ച് പറയാനുള്ളതാണ്. നമ്മൾ പാനലാണ് വെച്ച് പോകുന്നിട്ട് ചിലവർ പറയും ഇത് പവർ നിങ്ങൾ ആ ഫസ്റ്റ് വെച്ചത്ര പവർ കിട്ടുന്നില്ല, ആംബിയർ കിട്ടില്ല എന്നൊക്കെ പറയും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ ഈ പാനൽ നോക്കി നോക്കൂ. അല്ല ഇവരെ തന്നെ ശരിക്കും പറയാതെ കുറ്റം പറയാതൊക്കെ പറഞ്ഞു കേട്ടോ. ക്ലീൻ ചെയ്തിട്ടില്ല. ഒന്നാമത് അവർക്ക് സമയം കിട്ടാത്തത് എന്താ എനിക്കറിയില്ല. ഏതായാലും ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കണ്ണിൻ്റെ മുകളിൽ മാറാല വന്നാൽ നമുക്ക് എന്താ ശരിക്കും കാണാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് പ്രൊഡക്ഷൻ നമുക്ക് നല്ല രീതിയിൽ കുറയും. അത്ര കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മളൊപ്പല്ല ആളവിടെ പെയിൻറ്റിങ് ചെയ്യേണ്ട അവസാനം മിനുക്ക് വർക്കിൽ അവിടെ നേരെ ഇതിൻ്റെ മേലെ കേട്ടോ പാനലിരിക്കുന്നത് കേട്ടോ. നേരെ ഇതിൻ്റെ തൊട്ട് മേലെയാണ് ഇത്. നമ്മൾ ഇവിടെ 1, 2, 3, 4, 5, 6 200H 5 വർഷം റീപ്ലേസ്മെന്റ് ബാറ്ററി ആണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഞാൻ മോൾ പറഞ്ഞു 3 KVA സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അത് പോരാ, ഒരു AC പോരാ. അവർ 2 AC കറണ്ട് പോയാൽ അവർക്ക് നോ ടെൻഷൻ, അത് വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആവശ്യത്തിനാണ്. പിന്നെ ഇവിടെ വോൾട്ടേജ് വേരിയേഷന് നല്ല പ്രയാസങ്ങളുണ്ട്. 190 വോൾട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവർക്ക് ഓൺ ഗ്രിഡ് സിസ്റ്റത്തിനൊന്നും ഇവർക്ക് കഴിയൂല. ബില്ലിനെ മാനേജ് ചെയ്യേണ്ട അല്ല ഇവർക്ക് കൂടുതൽ. കറണ്ട് പോകുമ്പോൾ 2 ദിവസം പോയാലും കാര്യങ്ങൾ നടക്കണം. അതൊക്കെ ഓരോരുത്തരും ഓരോ ഉപയോഗത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. അതൊക്കെ ബാക്കിയുള്ള ഓരോരുത്തരും നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് 60 ആംപിയറിൻ്റെ 6 ടൊറൈഡ് കോയിൽ വരുന്ന 1 ഇഞ്ചിൻ്റെ 6 ടൊറൈഡ് കോയിൽ നിന്ന് MPPT ആണ് കേട്ടോ. അപ്പോൾ 72 വോൾട്ട് സിസ്റ്റമാണ്. ഒന്നിങ്ങോട്ട് വരും, ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇതൊക്കെ രണ്ടും നമുക്ക് തുറക്ക് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള രീതി തന്നെയാണ്. ഓക്കെ, ഒന്നോട് കാണിച്ചു കൊടുക്കൂ. ഇത് നമ്മുടെ 6 KVAയുടെ 72 വോൾട്ട് സിസ്റ്റം ഇൻവെർട്ടറാണ് വരുന്നത്. പ്രൈമറി ആൻഡ് സെക്കൻഡറി ഫുൾ കോപ്പർ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. 2 AC എന്താണെങ്കിലും ഹീറ്ററും അതുപോലെ വാഷിംഗ് മെഷീനും ഇൻഡക്ഷൻ കുക്കറും അയൺ ബോക്സും അതുപോലെ 2 AC ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ അത്യാവശ്യം ഒരു ഏകദേശം 2,000-3,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒക്കെ വീടാണിട്ടത്. അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇവിടെ കറണ്ടിൻ്റെ അടിക്കടി പോകുന്ന പ്രശ്നങ്ങൾ, വോൾട്ടേജ് വേരിയേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ഇത്രയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇത് ബാറ്ററിയുടെ വെള്ളം നമ്മൾ 2 മാസം കൂടുമ്പോൾ ഒരു KCB ബില്ല് വരുന്ന സമയത്ത് നമ്മൾ ഷെഡ്യൂൾ ആവണം. ആ രീതിയിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അത് അത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ 2 സ്ട്രിങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓരോ സെക്ഷന് നമുക്കൊരു പ്രൊട്ടക്ഷൻ DC MCB ആണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ എന്താ വെച്ചാൽ ഒരു 10 ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു വീഡിയോ ഒക്കെ ചെയ്യുക എന്നല്ല, നമുക്ക് എല്ലാം പാടും നമുക്ക് ചെയ്യാൻ കഴിയില്ല കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാനും കാണാനും വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഒട്ടനവധി നമ്മൾ ഒരുപാട് പ്രൊഡക്ഷനിലായിട്ടും ഒരുപാട് ഫാക്ടറി ആയിട്ടൊക്കെ ഇനി ഒരുപാട് നമുക്ക് വീഡിയോ തന്നെ വരാണ്ട്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ അതുപോലത്തെ ഒരുപാട് വീഡിയോകൾ വരാണ്ട്. ഏതായാലും
ഇത് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. നാസിൻഫോ ഫേസ്ബുക്ക് പേജ് വിസിറ്റ് ചെയ്യാത്തവരോ അതുപോലെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ട് നമ്മുടെ നാസിൻഫോ, അതൊക്കെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, ഏതായാലും അടുത്ത നല്ലൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.